الحمد لله نعبده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا أيها الناس أنتم الفقراء إلى الله والله هو الغني الحميد ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ, സർവശക്തനായ അള്ളാഹുവിനെ തങ്ങളുടെ രഹസ്യ ജീവിതത്തിലും പരസ്യ നിലപാടുകളിലും സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ രക്ഷയെ ആഗ്രഹിച്ചും അവൻ്റെ ശിക്ഷയെ ഭയപ്പെട്ടും തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ആദ്യമായി ഉപദേശിക്കുകയാണ്. സർവശക്തനായ അള്ളാഹു സൂക്ഷ്മജ്ഞാനിയാണ്. ഒരു കാര്യവും അവന്റെ അറിവിൽ നിന്ന് മറഞ്ഞു പോകുന്നില്ല. എല്ലാ രഹസ്യവും പരസ്യവുമായ കാര്യങ്ങൾ അതിസൂക്ഷ്മമായി അവന്റെ അറിവിലുണ്ട്. അള്ളാഹു അതെല്ലാം ഒരു മനുഷ്യന്റെ എല്ലാ കാര്യങ്ങളെയും അവൻ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം സൃഷ്ടാവായ അള്ളാഹു അവന്റെ അടിമകളോട് അങ്ങേയറ്റം കാരുണ്യമുള്ളവനാണ്, സ്നേഹമുള്ളവനാണ്, അനുകമ്പയുള്ളവനാണ്. ഒരു വിധത്തിലും തന്റെ അടിമ ശിക്ഷിക്കപ്പെടുന്നതോ നരകപ്രവേശനത്തിൽ അതിന് അർഹനായിത്തീരുന്നതോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. പരമാവധി അവന് പുറത്തു കൊടുക്കുകയും പരമാവധി അവന് സന്മാർഗം കാണിച്ചു കൊടുക്കുകയും അവന് എല്ലാ അർത്ഥത്തിലുള്ള അനുഗ്രഹം അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊരിയുകയും ചെയ്യുന്നു. സൂറത്ത് ശൂറയുടെ 19-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അല്ലാഹു ലതീഫും ബിഇബാദിഹി. അല്ലാഹു അവന്റെ അടിമകളെ സംബന്ധിച്ചിടത്തോളം അതീവ സൂക്ഷ്മജ്ഞാനമുള്ളവനാണ്. യർസുഖു മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അവൻ അന്നം നൽകുന്നു. വഹുവൽ ഖവിയ്യു, അവൻ ഏറ്റവും ശക്തനാണ്. അൽ അസീസ്, അവൻ പ്രതാപവാനാണ്. അല്ലാഹു ലതീഫും ബിഇബാദിഹി യർസുഖു മൻ യശാ വഹുവൽ ഖവിയ്യ് അൽ അസീസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളുടെ എല്ലാ കാര്യങ്ങളും സൂക്ഷ്മമായി അറിയുന്നവനാണ്. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ വിഭവങ്ങൾ നൽകുന്നു. അള്ളാഹു അങ്ങേയറ്റം ശക്തനും പ്രതാപവാനുമാണ്. സഹോദരന്മാരെ, നാം ഈ വചനം, സൂറത്ത് ശൂറയിലെ ഈ വചനം ചിന്തിക്കുകയാണെങ്കിൽ, വളരെയധികം ശ്രദ്ധയോടുകൂടി നമ്മൾ അതിനെക്കുറിച്ച് പര്യാലോചിക്കുകയാണെങ്കിൽ, അള്ളാഹുവിന്റെ
അങ്ങേറ്റത്തെ കാരുണ്യവും അനുകമ്പയും അവന്റെ സഹാനുഭൂതിയും അവന്റെ അടിമകൾക്ക് ധാരാളമായി ഉണ്ടാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സർവശക്തനായ റബ്ബ് നമ്മൾ അവനെ സ്തുതിച്ചാലും സ്തുതിച്ചിട്ടില്ലെങ്കിലും സ്തുത്യർഹനാണ്. മഹ്മൂദും ബിദാത്തിഹി, അഥവാ സ്വയം നിലയ്ക്ക് തന്നെ അവൻ സ്തുത്യർഹനായാണ്. എല്ലാ ഗുണങ്ങളുടെയും ഉടമസ്ഥനാണ്. എല്ലാ അർത്ഥത്തിലും അവൻ ഗനിയാണ്. ഒരാളുടെയും യാതൊരു സഹായവും അവന് ആവശ്യമില്ല. അള്ളാഹു പരാശ്രയനാണ്. ഒരാളെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ലാത്തവനാണ്. അവന്റെ അടിമകളോട് അവൻ സ്നേഹവും കാരുണ്യവും കാണിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല അങ്ങനെ അങ്ങേയറ്റത്തെ ദയാലുവായ ആ പടച്ചവന്റെ അടുക്കലേക്ക് നമ്മൾ ആവശ്യക്കാരാണ്. ഒരാൾ മുവഹിദാകണമെങ്കിൽ, ഏകനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന യഥാർത്ഥ വിശ്വാസിയാകണമെങ്കിൽ അവൻ അറിയണം എന്ത്, ഞാൻ അല്ലെങ്കിൽ നമ്മൾ ദുർബലന്മാരാണ്, അള്ളാഹുവിന്റെ മഹത്തായ കാരുണ്യത്തിന് ആവശ്യമുള്ളവരാണ് എന്നും അള്ളാഹുവിന്റെ സാമീപ്യത്തിന് ആവശ്യമുള്ളവരാണെന്നും നമ്മൾ മനസ്സിലാക്കണം. സൂറത്ത് ഫാത്തിർ അതിന്റെ 15-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫഖറാഉ ഇലല്ലാഹി വല്ലാഹു ഹുവൽ ഗനിയ്യുൽ ഹമീദ്. ജനങ്ങളെ, അൻതും, എല്ലാ മനുഷ്യരും, എല്ലാ സൃഷ്ടികളും, അൽ ഫഖറാഉ ഇലല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കലേക്ക് ആവശ്യക്കാരാണ്. അള്ളാഹുവിനോടാണ്, അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് റഹ്മത്തും അവന്റെ അനുഗ്രഹവും കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണ്, ആവശ്യക്കാരാണ്. വല്ലാഹു വൽ ഗനിയ്യ്, എന്നാൽ സൃഷ്ടികളിൽ നിന്ന് ഒരാവശ്യവും ഇല്ലാത്തവനാണ് അള്ളാഹു. അവന്റെ എല്ലാ ആവശ്യങ്ങളും അവന് സ്വയം നിർവഹിക്കാൻ കഴിവുള്ളവനാണ്. അതാണ് ഗനിയ്യ് എന്ന് പറഞ്ഞാൽ. ഒരാളെയും അവൻ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. വല്ലാഹു വൽ ഗനിയ്യുൽ ഹമീദ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ അത്യുത്തമ നാമങ്ങളിൽപ്പെട്ടതാണ്, അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ടതാണ് അൽ ലത്തീഫ്, സൂക്ഷ്മജ്ഞാനി എന്ന് നമ്മളതിന് അർത്ഥം പറയും. എല്ലാ രഹസ്യങ്ങളായ ആളുകളും ആയ കാര്യങ്ങളും അതിസൂക്ഷ്മമായ കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയുന്നവനാണ്. അവന്റെ അറിവിൽ നിന്ന് മറച്ചു വെച്ചുകൊണ്ട് ഒരു കാര്യവും ചെയ്യാൻ നമുക്ക് സാധ്യമല്ല. എത്രമാത്രം അതിസൂക്ഷ്മമായ രഹസ്യ കാര്യങ്ങളാണെന്ന് നമ്മൾ വിചാരിക്കുന്നുവോ അവിടെയൊക്കെ അള്ളാഹുവിന്റെ ജ്ഞാനമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു സൂറത്ത് ഗാഫിർ അതിന്റെ 19-ാമത്തെ വചനത്തിൽ, യഅലമു ഖായിനത്തൽ അയ്യുനി വമാ തുഖ്ഫി സുദൂർ. കണ്ണുകൾ കൊണ്ടുള്ള ഒളിച്ചു നോട്ടം, അത് ചിലപ്പോ ഒരാൾ ഒളിഞ്ഞു നോക്കുന്നത് വേറെ ഒരു മനുഷ്യന് കണ്ടെത്താൻ കഴിഞ്ഞോളണമെന്നില്ല. അവൻ എന്താ നോക്കുന്നത്, എന്താ ശ്രദ്ധിക്കുന്നത്, അപ്പോൾ ഞാൻ വിചാരിക്കുന്നതായിരിക്കില്ല അയാൾ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരാളെ കട്ടുനോട്ടം, അതാ ഒളിഞ്ഞുള്ള നോട്ടം, അതിനാണ് ഖായിനത്തുൽ അയ്യുൻ എന്ന് പറയുന്നത്. ഒളിഞ്ഞു നോട്ടം അത് അള്ളാഹു അറിയുന്നു, അള്ളാഹുവിന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. വമാ തുഖ്ഫി സുദൂർ, ഹൃദയത്തിന്റെ ഉള്ളിൽ നിങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്ന നിങ്ങളുടെ സ്വകാര്യങ്ങൾ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയും. ലുക്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ മകനെ ഉപദേശിച്ച ഉപദേശങ്ങളുടെ കൂട്ടത്തിൽ പറഞ്ഞു, എന്താണ്? യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്കാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകുൻ ഫീ സഖറ ഔ ഫിസ് സമാ ഔ ഫിൽ അർളി യഅതി ബിഹ അല്ലാഹ് ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. യാ ബുനയ്യ, പൊന്നുമോനെ, ഇന്നഹാ ഇൻ തകു മിസ്കാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ, ഒരു കടുകുമണി അതെത്ര ചെറുതാണ്. അപ്പൊ അതിനേക്കാൾ സൂക്ഷ്മമായ ഒരു കാര്യം, അത്രയും സൂക്ഷ്മമായ ഒരു വസ്തു, അത് ഫതകുൻ ഫീ സഖറ, വലിയ ഒരു പാറയുടെ ഏതെങ്കിലും ഒരു ഉള്ളിൽ ആർക്കും കണ്ടെത്താൻ സാധിക്കാത്ത ഒരു കോണിൽ അത് ഒളിപ്പിച്ചു വെച്ചാൽ, ഔ ഫിസ് സമാ, അല്ലെങ്കിൽ വിശാലമായ ആകാശത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ആ ഖർദല്, കടുകുമണി പോലെയുള്ള ആ വസ്തു ഒളിപ്പിച്ചു വെച്ചാൽ, ഔ ഫിൽ അർളി, അല്ലെങ്കിൽ ഭൂമിയിൽ വെച്ചാൽ, യഅതി ബിഹ അല്ലാഹ്, മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് സൃഷ്ടികളോട് എത്രമാത്രം നിങ്ങളത് മറച്ചു വെച്ചാലും
ഇത്രയും സൂക്ഷ്മമായ വസ്തു പോലെ അത് ഹാജരാക്കേണ്ട സമയം, ഹാജരാക്കേണ്ട സ്ഥലത്ത് നിന്റെ മുമ്പിൽ അത് കൊണ്ടുവരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിവുറ്റവനാണ്. ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. അല്ലാഹു അങ്ങേറ്റം സൂക്ഷ്മജ്ഞാനിയാണ്. അവന്റെ അറിവിൽ നിന്ന് മറഞ്ഞു പോകുന്ന ഒരു നിസ്സാര വസ്തുക്കൾ പോലുമില്ല, എല്ലാം അവൻ അറിയും. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ മഹത്തായ കാരുണ്യവും അനുകമ്പയും ലഭിച്ച ഒരു മഹാനായ പ്രവാചകനാണ്. യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ പുത്രനാണ്. യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കളെ നൽകി. അതിലേറ്റവും ഇളം പ്രായക്കാരായ രണ്ടാളുകൾ ഉണ്ടായിരുന്നു. ഒന്ന് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം, മറ്റൊന്ന് ബിന്യാമീൻ. അപ്പൊ മുതിർന്ന ആളുകൾക്ക് ഒരു പ്രത്യേക തരത്തിലുള്ള അസൂയ. എന്താണ് വാപ്പക്ക്, നമ്മുടെ ഉപ്പക്ക് നമ്മോട് സ്നേഹമില്ലാത്തത്? എല്ലാ അനുകമ്പയും എല്ലാ വാത്സല്യവും യൂസുഫിനോടാണല്ലോ, അതുകൊണ്ട് തന്ത്രം കാണിക്കണം. അങ്ങനെ അവരെ ഗൂഢാലോചന നടത്തി യൂസുഫ് നബിയെ പിതാവിൽ നിന്ന് അകറ്റാൻ തീരുമാനിച്ചു. അതിന് ചില ആളുകൾ പറഞ്ഞു കൊന്നുകളയാന്ന് പറഞ്ഞു, വേറെ ആൾക്കാർ പറഞ്ഞു കൊല്ലണ്ട, നമ്മൾ എവിടെയെങ്കിലും ഒരു വലിയ പൊട്ടം കിണറ്റിൽ ഏതോ ഒരു വിദൂരമായ സ്ഥലത്ത് ആർക്കും തിരിച്ചു കിട്ടാൻ പറ്റാത്ത വിധത്തിൽ ദൂരെ എവിടെയെങ്കിലും കൊണ്ടുപോയി കളഞ്ഞാൽ മതി, ആരെങ്കിലും എടുത്ത് എവിടേക്കും കൊണ്ടുപോയിക്കോട്ടെ. അങ്ങനെ അവസാനം അവർ ഗൂഢാലോചന നടത്തി ആ കുട്ടിയെ ഒരു കിണറ്റിൽ കൊണ്ടുപോയിട്ടു. സഹോദരന്മാരെ, ആ സമയത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല യൂസുഫ് നബിക്ക് വഹി അറിയിക്കുകയാണ്, ഒന്നും ഭയപ്പെടേണ്ടതില്ല, അല്ലാഹു നിന്നെ സംരക്ഷിക്കും. ഈ ആളുകൾ നിന്റെ സഹോദരന്മാർ ചെയ്ത ഈ ഭയങ്കരമായ അപരാധത്തെക്കുറിച്ച് അവർക്ക് ഖേദമുണ്ടാവുകയും അവരുടെ ഈ ദുഷിച്ച പണിയെക്കുറിച്ച് പിന്നീട് നാം അവർക്ക് വിവരം കൊടുക്കുകയും ചെയ്യുന്നതാണ്. അങ്ങനെയാണ് ഏതോ നാട്ടിൽ നിന്ന് കച്ചവടത്തിന് വരുന്ന ആളുകൾ വെള്ളം ഉണ്ട് എന്ന് കരുതി തൊട്ടിയിട്ട് ആ കിണറിൽ നിന്ന് വെള്ളമെടുക്കാൻ ശ്രമിച്ചത്. അപ്പോൾ അവിടെ ഒരു കുട്ടി, ഹാദാ ഗുലാം, ഇതാ ഒരു കുഞ്ഞിവിടെ എന്ന് യാത്രക്കാരൻ വെള്ളത്തിന് പോയവൻ വിളിച്ചു പറഞ്ഞു. അവരെ ആ കുട്ടിയെ എടുത്തു. പക്ഷേ അവരതിൽ വളരെയധികം സുഹൃത്തുള്ള ആളായിരുന്നു. അവർ ഒരു ആവശ്യവും ആ കുട്ടിയെ ഇല്ല, എന്നിട്ട് എവിടെയെങ്കിലും കളഞ്ഞാൽ മതി, കിട്ടുന്ന കാശിന് ദറാഹിമ മഅദൂദ, എണ്ണപ്പെട്ട നാണയത്തൊട്ടുകൾക്ക് വിൽക്കാൻ തീരുമാനിച്ചു. അങ്ങാടി കൊണ്ടുപോയി വിറ്റു. അത് ആ നാട്ടിലെ ഭരണാധികാരിയുടെ കൊട്ടാരത്തിലാണ്, അവരാണത് വാങ്ങിക്കൊണ്ടുപോയത്. അങ്ങനെ അവിടെ വളർന്നു വലുതായി. പക്ഷെ അവിടെയും പരീക്ഷണങ്ങൾ അവസാനിച്ചില്ല. യൂസുഫ് നബി അലൈഹിസ്സലാം ലോകത്ത് അതീവ സൗന്ദര്യത്തിന്റെ ഉടമയായിരുന്നു. വളർന്നു വരുന്നതിനനുസരിച്ച് രാജാവിന്റെ പത്നി വളരെയധികം തന്ത്രങ്ങൾ കാണിച്ചുകൊണ്ട് യൂസുഫ് നബിയെ വശത്താക്കാൻ ശ്രമിച്ചു. ഒരു നിലക്കും അദ്ദേഹത്തെ വശത്താക്കാൻ സാധിക്കുന്നില്ല. അവസാനം അള്ളാഹു അദ്ദേഹത്തെ സംരക്ഷിച്ചു എന്ന് മാത്രമല്ല, തന്റെ ഇംഗിതത്തിന് വഴങ്ങിയിട്ടില്ലെങ്കിൽ ഞാൻ അവനെ അസ്ജുനന്നഹു, ഞാൻ അവനെ ജയിലിലിടും എന്ന് പറഞ്ഞു. യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞു, അസ്ജിനു അഹബ്ബു ഇലയ്യ മിമ്മ തദ്ഊനനി ഇലൈഹി, നിങ്ങൾ എന്നോട് ആവശ്യപ്പെടുന്ന നീച പ്രവൃത്തി അഥവാ അനുവദനീയമല്ലാത്ത വിധത്തിൽ മറ്റൊരു പരസ്ത്രീയുമായി ബന്ധപ്പെടാൻ വേണ്ടി നിർബന്ധിക്കുന്ന ആ കാര്യം, അതിനേക്കാൾ ഞാൻ ജയിലിൽ പോകലാണ് നല്ലത്. അങ്ങനെ അവസാനം അദ്ദേഹം ജയിലിലെത്തിപ്പെട്ടു. സഹോദരങ്ങൾ ആലോചിക്കണം, എത്രമാത്രം പരീക്ഷണങ്ങളാണ് അവരിടയ്ക്ക് കഴിഞ്ഞു പോയത്, നിങ്ങൾ ആലോചിക്കൂ. അവസാനം ആ ജയിലിൽ കുറേയധികം കാലം അദ്ദേഹം കഴിച്ചുകൂട്ടി. രാജാവ് അതിനിടക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല രാജാവിന്റെ ഒരു സ്വപ്നം കാണിച്ചു കൊടുത്തു. 7 ക്ഷേമമുള്ള വർഷങ്ങൾ, 7 ക്ഷാമമുള്ള വർഷങ്ങൾ, 7 കതിർപ്പുകളിൽ ധാന്യം, ഏത് കതിർപ്പുകളിൽ ഉണങ്ങിയത്, ഇങ്ങനെ സ്വപ്നം കണ്ടാൽ അത് പറഞ്ഞു തരണമെന്ന് ആൾക്കാരോട് പറഞ്ഞപ്പോൾ അവർക്കാർക്കും അറിഞ്ഞുകൂടാ. അപ്പോഴാണ് യൂസുഫ് നബിയോടൊപ്പം ജയിലിൽ കഴിഞ്ഞിരുന്ന 2 സഹോദരന്മാരിൽ ഒരാൾ രക്ഷപ്പെട്ട് രാജാവിനെ സേവിക്കാൻ വേണ്ടി നേരത്തെ വന്നിരുന്നു. അവർ കണ്ട സ്വപ്നത്തിന് യൂസുഫ് നബി അലൈഹി സ്വലാം വ്യാഖ്യാനം പറഞ്ഞു കൊടുത്തു. ഒരാൾ രാജാവിന് മദ്യം കഴിപ്പിക്കുമെന്നും മറ്റൊരാൾ കുരിശിൽ തറക്കപ്പെടുമെന്നും അവർ കണ്ട 2 സ്വപ്നത്തിന്റെയും വ്യാഖ്യാനം പറഞ്ഞു കൊടുത്തു. അത് അതേമാതിരി സംഭവിച്ചു. ഒരാൾ കുരിശിൽ തറക്കപ്പെട്ട് കൊല്ലപ്പെട്ടു, മറ്റേയാൾ വീണ്ടും രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് മടങ്ങി.
കുറെ കഴിഞ്ഞപ്പോഴാണ് രാജാവ് കണ്ട ഈ സ്വപ്നത്തെക്കുറിച്ച് നിങ്ങൾക്കാർക്കെങ്കിലും അറിയുമോ എന്ന് കൊട്ടാര പണ്ഡിതന്മാരോട് ചോദിച്ചപ്പോ അവർക്കാർക്കും അറിഞ്ഞൂടാ. അവസാനം ഈ മനുഷ്യൻ ഓർമ്മയായി, ഇങ്ങനെ ഒരു സ്വപ്ന വ്യാഖ്യാനം നടത്തുന്ന ഒരാൾ ജയിലിന്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് ഉടനെ തന്നെ ഞാൻ പോയി ഇതിന്റെ വ്യാഖ്യാനം പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് അദ്ദേഹം യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ അടുക്കൽ എത്തുന്നു. അദ്ദേഹത്തിന്റെ മുമ്പിൽ രാജാവ് കണ്ട സ്വപ്നം പറഞ്ഞു കൊടുക്കുന്നു. അപ്പോ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിന്റെ വ്യാഖ്യാനം പറഞ്ഞു കൊടുത്തു. 7 ക്ഷേമമുള്ള വർഷങ്ങൾ വരും, പിന്നീട് ക്ഷാമമുള്ള വർഷങ്ങളായിരിക്കും. അപ്പൊ ഈ ക്ഷേമമുള്ള വർഷത്തിൽ ധാന്യങ്ങൾ മുഴുവൻ തിന്നു തീർക്കരുത്. ക്ഷാമമുള്ള സമയത്തേക്ക് ഉപയോഗിക്കാൻ വേണ്ടി നിങ്ങൾ കുറച്ച് അതിൽ ബാക്കി വെക്കണം. ആവശ്യമുള്ള ധാന്യങ്ങൾ മാത്രമേ കതിരുകളിൽ നിന്ന് എടുക്കാൻ പാടുള്ളൂ. മറ്റേ കതിരുകൾ സൂക്ഷിച്ചു വെക്കണം ക്ഷാമമുള്ള കാലത്ത് ഉപയോഗിക്കാൻ. ഇതൊക്കെ പറഞ്ഞുകൊടുത്ത് അതേമാതിരി തന്നെ സംഭവിക്കുന്നു. അവസാനം ഇത്രയും വലിയ പാണ്ഡിത്യവും അറിവും കഴിവുമുള്ള ഒരാൾ ജയിലിലോ, അസ്തഖ്ലിസുഹു നഫ്സി, എനിക്ക് അവനെ സ്വന്തമാക്കണം, അതുകൊണ്ട് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവരൂ എന്ന് പറഞ്ഞുകൊണ്ട് രാജാവ് ദൂതനയക്കുന്നു ജയിലിലേക്ക്. ആ ജയിലിൽ ദൂതം വന്നപ്പോ പെട്ടെന്ന് ആർക്കെങ്കിലും ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തു പോകാനുള്ള ഒരു അവസരം കിട്ടുമ്പോ ആരെങ്കിലും വെറുതെ ഇരിക്കോ? പെട്ടെന്ന് ചാടി വസ്ത്രങ്ങളൊക്കെ മാറ്റി ഒരു സ്വാതന്ത്ര്യത്തിന്റെ വെളിച്ചത്തിലേക്ക്, ഇരുട്ടറയുടെ ഇരുട്ടിൽ നിന്ന് സ്വാതന്ത്ര്യത്തിന്റെ വെളിച്ചത്തിലേക്ക് പോകാൻ എത്രമാത്രം തൃപ്തിപ്പെടും. പക്ഷേ യൂസുഫ് നബി പറഞ്ഞു, അങ്ങനെ പോരാനായിട്ടില്ല. നിങ്ങൾ എന്റെ പേരിൽ ഒരു അപരാധം പറഞ്ഞുകൊണ്ടാണ് എന്നെ ജയിലിലാക്കിയത്. ഒമാ ബാലു നിസ്വത്തില്ലാത്തി കത്തായ ഐതിഹ്യവുന്ന, എന്റെ പേരിൽ വിരലുകൾ കത്തികൾ കൊണ്ട് മുറിച്ച ചില പെണ്ണുങ്ങളുടെ കഥയുണ്ട്. ഞാനാണോ അപരാധി അതല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആണോ അപരാധി എന്ന് തെളിയിക്കപ്പെടുന്നത് വരെ ഞാൻ രാജാവിന്റെ കൊട്ടാരത്തിലേക്കില്ല. ഉടനെ ആ ദൂതൻ ഒന്ന് വിഷയം പറഞ്ഞപ്പോൾ രാജാവ് സഹധർമ്മിണിയെ വിളിക്കുന്നു. അൽ ആന ഹസൽ ഹഖ്, ഇപ്പോൾ യാഥാർത്ഥ്യം വെളിച്ചത്ത് വന്നിരിക്കുകയാണ്. നീ പശ്ചാത്തപിക്കുക, കുറ്റങ്ങൾ ഏറ്റുപറയുക. അങ്ങനെ ആ രാജ്ഞി, ഞാനാണ് അബദ്ധം ചെയ്തത്, യൂസുഫ് നബി നിരപരാധിയാണ്, ഞാൻ അവനെ വഴിതെറ്റിക്കാൻ ശ്രമിച്ചതാണ് എന്ന് ഏറ്റുപറയുകയും ഈ വിവരം യൂസുഫ് നബിക്ക് കിട്ടി. അദ്ദേഹം നിരപരാധിയായി, തന്റെ പേരിൽ ആരോപിക്കപ്പെട്ട മുഴുവൻ കുറ്റത്തിൽ നിന്ന് മുക്തനായി, വിശുദ്ധനായി, പരിശുദ്ധനായി, നല്ല മനുഷ്യനായി അദ്ദേഹം രാജകൊട്ടാരത്തിലേക്ക് തിരിച്ചെത്തുന്നു. അദ്ദേഹത്തെ മന്ത്രിയാക്കുന്നു. ഭക്ഷണത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും അദ്ദേഹത്തെ ഏൽപ്പിക്കുന്നു. അതൊരു സംഭവം സഹോദരന്മാരെ. അപ്പൊ ഒരു പ്രവാചകൻ എത്രമാത്രം വലിയ കടുത്ത പരീക്ഷണങ്ങൾക്കാണ് വിധേയമാക്കപ്പെട്ടത് നമ്മൾ ആലോചിക്കണം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിച്ചു, അപ്പോൾ ആൺകുട്ടിയാണ്. ജനിക്കുന്ന ആൺകുട്ടികളെ മുഴുവൻ കൊല്ലുന്ന കിങ്കരനായ ഫറോവ ചക്രവർത്തി. അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല വലഖദ് മനന്ന അലൈക മറത്തൻ ഉഖ്റ, നിന്റെ മേൽ മറ്റൊരു വലിയ അനുഗ്രഹം കൂടി ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത് ഔഹൈനാ ഇലാ ഉമ്മിക, നിന്റെ മാ യുഹ, നിന്നെ സംബന്ധിച്ച് നിന്റെ മാതാവിന് നാം സന്ദേശം അറിയിച്ചപ്പോൾ, ഇത് ഔഹൈനാ ഇലാ ഉമ്മിക മാ യുഹ അനിഖ്ദി ഫീഹി ബിത്താബൂതി ഫഖ്ദി ഫീഹി ബിൽ യമ്മി ഫൽയുൽഖിഹിൽ യമ്മു ബിസ്സാഹിൽ യഖുദുഹു അദുവ്വു ലി വഅദുവ്വു ലഹു വഅൽഖൈതു അലൈക മഹബ്ബതൻ മിന്നി വലിതുസ്നഅ അലാ ഐനി. എത്ര അർത്ഥവത്തായ ഖുർആന്റെ വചനങ്ങളാണ്. ആ ഉമ്മക്ക് അല്ലാഹു വഹി അറിയിച്ചു ഒരു പെട്ടിയിലിടാൻ, ആ പെട്ടി കടലിലിടാൻ, വെള്ളത്തിലിടാൻ. അങ്ങനെ വെള്ളത്തിലൂടെ ഒഴുകിപ്പോകുമ്പോൾ ആ പെട്ടിയിലുള്ള കുട്ടിയുടെയും എന്റെയും ഒരു ശത്രു ആ കുട്ടിയെ എടുക്കും. അങ്ങനെ രണ്ടാമത്തെ അനുഗ്രഹം, ഇത് തംശി ഉഖ്തുക ഫതഖുൽ ഹൽ അദുല്ലുക്കും അലാ മൻ യക്ഫുലു ഫറജഅനാ ഇലാ ഉമ്മിക കൈ തഖറ ഐനുഹാ വലാ തഹ്സൻ. അങ്ങനെ പൂർണ്ണമായും തനിക്ക് നഷ്ടപ്പെട്ടു എന്ന് ഉമ്മ വിചാരിക്കുമ്പോഴാണ് ആ കുട്ടിയുടെ മസീറത്ത്, അതെങ്ങോട്ടാണ് പോകുന്നത് നോക്കാൻ വേണ്ടി പെങ്ങളെ പറഞ്ഞയച്ചത്. പെങ്ങൾ നോക്കിയിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവസാനം രാജാവിന്റെ ആൾക്കാർ ആ കുട്ടിയെ എടുത്തപ്പോൾ ആ ഒരു സ്ത്രീകളുടെയും പാല് ആ കുട്ടി കുടിക്കുന്നില്ല. എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അതെല്ലാം വിലക്കി, കുട്ടിക്ക് ഇഷ്ടമില്ല. അപ്പൊ ഈ പെൺകുട്ടി വിളിച്ചു പറയാണ്, ഹൽ അദുല്ലുക്കും അലാ മൻ യക്ഫുലുഹു, കുട്ടിയെ സംരക്ഷിക്കാനും നോക്കാനും പാല് കൊടുക്കാനും പറ്റുന്ന ഒരു പെണ്ണുണ്ട്, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ആ മൂസാ നബിയെ തന്റെ ഉമ്മയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കാരുണ്യ നിമിത്തം തിരിച്ചു കൊടുക്കുന്നു. സഹോദരന്മാരെ,
എത്രമാത്രം വലിയ അനുഗ്രഹമാണ്, സ്നേഹമാണ് അള്ളാഹുവിന് അവന്റെ അടിമകളോട്. മൂസാ നബി അള്ളാഹു, പിന്നെ ഒരുപാട് വേറെ സംഭവങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ട്. ഞാൻ പറയുന്നത് പോലെയുള്ള ഏറ്റവും അള്ളാഹുവിനോട് അടുത്ത ആളുകളാരോ അവർക്കാണ് ഏറ്റവും വലിയ പരീക്ഷണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്താ, വളരെ വ്യക്തമായി അള്ളാഹുവിനോട് ഏറ്റവും അടുപ്പവും തഖ്വയും കാണിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ വലുതായിരിക്കും. മൂസാ നബിയുടെ സംഭവത്തിൽ അള്ളാഹു പറഞ്ഞു, മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ മാതാവിന്റെ ഹൃദയം അതാകെ കൂടി പേടിച്ച് അങ്ങേറ്റം നിരാശയോടുകൂടി അത് കാലിയായി. ഇൻ കാദത്തിലെ തുബുദി ബിഹി, അവരുടെ ആ മാനോവിഷമം തുറന്നു പറയാൻ അവർ ഭാവിച്ചു. ലൗലാ അൻ റബത്നാ അലാ ഖൽബിഹാ ലിതകൂന മിനൽ മുഅ്മിനീൻ, അവിടെ ഹൃദയത്തിൽ അല്ലാഹു ഈമാൻ ഉറപ്പിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ അവർ വിശ്വാസികളിൽപ്പെട്ടവരാണ്. അതുകൊണ്ട് അബദ്ധത്തിൽ ഒരു വാക്കും പറഞ്ഞു പോയില്ല. മകനെ നഷ്ടപ്പെട്ടതിൽ, മകൻ പോയതിൽ ഒരു വാക്കും പറഞ്ഞില്ല. പക്ഷെ അതിന് മാത്രമുള്ള മാനസിക സംഘർഷം അവർക്ക് അനുഭവിക്കുന്നുണ്ട്. ആ സമയത്തുള്ള ആ പ്രാർത്ഥന, അതിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ആ കുട്ടിയെ തിരിച്ചു കൊടുത്തത്. അതുകൊണ്ട് വലാ തജ്സ ഇദാ നാബ ഖത്ബുൻ, നിനക്ക് എന്തെങ്കിലും ഒരു അപകടം നിന്റെ ജീവിതത്തിൽ സംഭവിച്ചാൽ ദുഃഖിക്കരുത്. ഫകം ലില്ലാഹി മിൻ ലുത്ഫിൻ ഖവി, എത്ര രഹസ്യമായ സഹായങ്ങളും അനുകമ്പയുമാണ് നിന്നോട് പടച്ചവൻ ചെയ്യുന്നത്. വകം യുസ്രിൻ അതാ മിൻ ബഅദി യുസ്രിൻ, എത്ര പ്രയാസങ്ങൾക്ക് ശേഷമാണ് എളുപ്പം വന്നിട്ടുള്ളത്. ഫഫറജ ഖുർബത്തൽ ഖൽബി ശജീ, എത്ര ദുഃഖിച്ച് സങ്കടപ്പെട്ട് നിൽക്കുന്ന ഹൃദയങ്ങൾക്കാണ് ആശ്വാസത്തിന്റെ വെളിച്ചം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത്. വകം അംറിൻ തുശാഉ ബിഹി സബഹ വതതിൽ മസറത്തു ബിൽ അശി, രാവിലെ നിനക്ക് ദുഃഖമുണ്ടാക്കുന്ന ഒരുപാട് സംഭവങ്ങൾ സംഭവിക്കുന്നു. വൈകുന്നേരമാകുമ്പോൾ അതിനേക്കാൾ വലിയ സന്തോഷമുള്ള കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. ഇദാ ളാഖത ബിക്കൽ അഹ്വാലി യൗമൻ, അതുകൊണ്ട് നിനക്കെന്നും മനസ്സിന്റെ സംഘട്ടനം, ആ ഹൃദയത്തിന്റെ വിഷമം നിനക്ക് ബാധിക്കുമ്പോൾ ഫസിഖ് ബിൽ വാഹിദിൽ ഫർദിൽ അഹദി അൽ അലി, ഏറ്റവും അത്യുന്നതനായ, ഏകനായ, എല്ലാം കേൾക്കുന്ന, സർവാശ്രിതനായ, എല്ലാവരും ആശ്രയിക്കുന്ന പടച്ചതമ്പുരാനെ ഓർക്കുക, നിനക്ക് സമാധാനം ഉണ്ടാകും. സഹോദരന്മാർ, ആ തരത്തിൽ സൂക്ഷ്മജ്ഞാനിയായ അള്ളാഹുവിൽ ദൃഢമായി വിശ്വസിക്കുന്ന യഥാർത്ഥ വിശ്വാസത്തിന്റെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹി അലാ ഇഹ്സാനിഹി വശുക്റു ലഹു അലാ തൗഫീഖിഹി വംതിനാനിഹി അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു തഅളീമൻ ലിശഅനിഹി വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുല്ലാഹി വറസൂലുഹു ദാഇ ഇലാ റിദ്വാനിഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി വഇഖ്വാനിഹി. സഹോദരന്മാരെ, ഒന്നുകൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുവാൻ എന്നോടും നിങ്ങളോടും ഞാൻ ഉണർത്തുകയാണ്. അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ എന്താണോ വിചാരിക്കുന്നത്, ആ വിചാരത്തിനനുസരിച്ചാണ് അള്ളാഹുവിന്റെ പ്രതികരണം ഉണ്ടാകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ അസ്സ വജല്ല ഖാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നു, അന ഇൻദ ളന്നി അബ്ദി ബി, എന്നെ കുറിച്ച് എന്റെ അടിമ എന്താണോ വിചാരിക്കുന്നത് അതാണ് ഞാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇൻ ളന്ന ബി ഖൈറൻ ഫലഹു, അവൻ എന്നെ കുറിച്ച് നല്ലതാണ് വിചാരിക്കുന്നതെങ്കിൽ ഞാൻ അവന് നന്മ നൽകും. വൈൻ ളന്ന ശർറൻ ഫലഹു, അല്ല എന്നെ കുറിച്ച് മോശപ്പെട്ട, പടച്ചോൻ എന്താ അങ്ങനെ ചെയ്തത്, പടച്ചോൻ എന്താണ് ഇങ്ങനെ ചെയ്യുന്നത്, പടച്ചോൻ എന്താണ് ഇങ്ങനെ അള്ളാഹുവിനോട് ദേഷ്യം പിടിക്കുന്ന, അള്ളാഹുവിനോട് വെറുപ്പ് രേഖപ്പെടുത്തുന്ന മനോഭാവമാണ് പ്രകടിപ്പിക്കുന്നതെങ്കിൽ അവർ അതേമാതിരിയുള്ള ദുഃഖങ്ങളും സങ്കടങ്ങളും ഉണ്ടാകും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഇളമൽ ജസാഇ മഅ ഇളമിൽ ബലാ, വലിയ പ്രതിഫലം കിട്ടൽ എപ്പോഴാണ്? വലിയ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ, വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും നിങ്ങൾക്കുണ്ടാകുമ്പോൾ അവിടെയാണ്, അതിനനുസരിച്ചാണ് നിങ്ങളുടെ പ്രതിഫലത്തിന്റെ തൂക്കവും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആരെങ്കിലും പരീക്ഷിക്കുന്നുവെങ്കിൽ അതിനർത്ഥം അള്ളാഹു അവനെ വെറുത്തിട്ടുണ്ട് എന്നല്ല, അള്ളാഹു അവനോട് ഇഷ്ടപ്പെട്ടവനാണ്. എന്നാൽ അള്ളാഹുവിന്റെ ഇത്തരം പരീക്ഷണങ്ങളിൽ ആരെങ്കിലും കോപം പ്രകടിപ്പിച്ചാൽ ആ കോപത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ കൂടുതൽ പരീക്ഷണത്തിന് വിധേയമാക്കും. അതുകൊണ്ട് തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ആ അനുകമ്പയും സ്നേഹവും കാരുണ്യവും ലഭിക്കുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ നാം ഉൾപ്പെടാൻ ശ്രമിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല എത്ര കാരുണ്യത്തോടു കൂടിയാണ് നമ്മളെ നമ്മുടെ മാതാവിന്റെ ഗർഭാശയത്തിൽ സൂക്ഷിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു,
യഖ്ലുഖുകും ഫീ ബുതൂനി ഉമ്മഹാതികും ഖൽഖൻ മിൻ ബഅദി ഖൽഖിൻ ഫീ ദുലുമാത്തിൻ സലാസ് ദാലികുമുല്ലാഹു റബ്ബുക്കും ലഹുൽ മുൽക്കു ലാ ഇലാഹ ഇല്ലാ ഹുവ ഫഅന്നാ തുസ്റഫൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് യഖ്ലുഖുകും ഫീ ബുതൂനി ഉമ്മഹാതികും. ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിലൂടെ ആ ഗർഭാശയത്തിൽ നിങ്ങളെ പരിരക്ഷിച്ച് പരിചരിച്ച് വളർത്തി വലുതാക്കിയത് അല്ലാഹുവാണ്. ഖൽഖൻ മിൻ ബഅദി ഖൽഖിൻ, ഒരു ഘട്ടം കഴിഞ്ഞ് മറ്റൊരു ഘട്ടം, ആ ഘട്ടം കഴിഞ്ഞ് മറ്റൊരു ഘട്ടം, അങ്ങനെ ക്രമപ്രവൃദ്ധമായി ആ ഗർഭാശയത്തിൽ നിങ്ങളെ സംരക്ഷിക്കുന്നു. ഫി ദുലുമാത്തിൻ സലാസ്, ഒന്ന് ഗർഭാശയത്തിന്റെ ഇരുട്ട്, ഒന്ന് ആ പ്ലസന്റയുടെ ഇരുട്ട്, മറ്റൊന്ന് പള്ളയുടെ ഇരുട്ട്. മൂന്ന് ഇരുട്ടിനകത്ത് ഈ കുഞ്ഞിനെ സംരക്ഷിക്കുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. ദാലികുമുല്ലാഹു റബ്ബുക്കും, ഇതാണ് നിങ്ങളുടെ നാഥൻ. ലഹുൽ മുൽക്ക്, എല്ലാ അധികാരവും അവനുള്ളതാണ്. ലാ ഇലാഹ ഇല്ലാഹു, അവരല്ലാതെ വേറൊരു ആരാധ്യനില്ല. അന്നാ തുസ്റഫൂൻ, പിന്നെ എന്തിനാണ്, എങ്ങനെയാണ് നിങ്ങൾ ഈ സത്യത്തിൽ നിന്ന് തെറ്റിപ്പോകുന്നത്? അതുകൊണ്ട് സഹോദരന്മാരെ, ആ ഹക്ക് യാഥാർത്ഥ്യം മനസ്സിലാക്കുക, അള്ളാഹുവിന്റെ അടുക്കലേക്ക് മടങ്ങുക, അവന്റെ കാരുണ്യത്തിൽ പ്രതീക്ഷ അർപ്പിക്കുക. പരീക്ഷണങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നത് അതിൽ ചില ഖൈറുണ്ടാവും. നമ്മൾ വെറുക്കുന്ന ചില കാര്യങ്ങളിൽ അള്ളാഹു നന്മ ഉദ്ദേശിച്ചിട്ടുണ്ടാവും. പടച്ചതമ്പുരാൻ അവന്റെ കാരുണ്യം ലഭിക്കുന്ന, കടാക്ഷം ലഭിക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും അവന്റെ മഹത്തായ കാരുണ്യം കൊണ്ട് അള്ളാഹു പൊറുത്തു തരുമാറാകട്ടെ. നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ അള്ളാഹു അതിന്റെ കുറ്റമറ്റ രീതിയിൽ സ്വീകരിച്ച് മാപ്പാക്കി അതിന് പ്രതിഫലം നൽകുമാറാകട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا اغفر لنا يا غافر المذنبين. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين. اللهم صل وسلم وبارك على عبدك ورسولك محمد.